വെൽഫെയർ പാർട്ടിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ചിരകാലാഭിലാഷം പൂവണിഞ്ഞുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആദരണീയനായ സത്പാലി വെൽഫെയർ പാർട്ടിയോ ഇന്ത്യ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ഔപചാരികവും ഇന്ത്യയുടെ കോട്ടയം ജില്ലാ പ്രവർത്തകരുടെ ചിരകാലാഭിലാഷം പൂവണിഞ്ഞുകൊണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നിർവഹിക്കുകയാണ്. കോട്ടയം ജില്ലയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സണ്ണി മാത്യു, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ തുടങ്ങി നിരവധി സംസ്ഥാന ജില്ലാ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ബഹുമാനായ സംസ്ഥാന പ്രസിഡന്റ് സത്പാലി പുതിയ ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. സംവിധാനവും സൗകര്യവും വളരെ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഇത് വലിയ ഒരു പാർട്ടിക്കും ഈ നാടിനും പ്രയോജനപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഒത്തുകൂടൽ ഉദ്ഘാടനം ചെയ്യുവാൻ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒരു ഓഫീസ് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പറഞ്ഞു. തീർച്ചയായും ഈ നാടിന്റെ പുരോഗതിയും ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി മനുഷ്യർക്കിടയിൽ സൗഹാർദ്ദത്തിന്റെയും പരസ്പര സ്നേഹത്തിൻ്റെതുമായ ഒരു വലിയ സന്ദേശം വളർത്തിയെടുക്കാൻ നിരന്തരം ശ്രമിക്കുന്ന ഒരു കേന്ദ്രമായി ഈ ഓഫീസ് മാറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുതിയ മാനവും പുതിയ വിശാലതയും വന്നുകൊണ്ടിരിക്കുന്ന കാലം. കഴിഞ്ഞ 10 വർഷം രാജ്യം കടന്നുപോയ ഇരുട്ട് അവസാനിക്കുന്നു എന്ന പ്രതീക്ഷ ഇന്ത്യയിലെ പൗരസമൂഹത്തിന്റെ മേൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും ജനകീയ മുന്നേറ്റങ്ങളുടെയും ശബ്ദം മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം ഇന്ത്യയെ അടക്കി ഭരിച്ച സംഘപരിവാറിന്റെ വിദ്വേഷ തേരോട്ടങ്ങൾക്കിടയിൽ ഞെരിഞ്ഞമർന്നുപോയ മനുഷ്യരുടെ കണ്ണീരും വേദനയും ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രങ്ങളിലെ ഇരുസഭകളിലും അലയടിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഈ കാലത്തിന്റെയും ഈ സന്ദർഭത്തിന്റെയും സന്തോഷം. ഇന്ത്യൻ ജനത ഒരുമിച്ച് നിന്ന് നേടിയെടുത്ത വളരെ മനോഹരമായ ഒരു മഴവിൽ മുന്നേറ്റത്തിന്റെ സൗന്ദര്യമാണ് രാജ്യം ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ ഇന്ത്യയെ കുറിച്ചുള്ള സ്വപ്നം, ഒരു മാറ്റത്തെ കുറിച്ചുള്ള പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും
ഇത്രമേൽ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ പാരമ്പര്യവും ഇന്ത്യയുടെ രാഷ്ട്രീയ മൂല്യങ്ങളും തിരിച്ചു പിടിക്കാൻ ഈ രാജ്യത്തിന് കഴിയും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ രാഷ്ട്രീയ പാഠങ്ങൾ പകർന്നു തരുന്ന ഒരു സന്ദർഭം കൂടിയാണ്. സാമ്പ്രദായിക രാഷ്ട്രീയത്തിന്റെ കള്ളിയും കളങ്ങളും അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികളും വിട്ടുവീഴ്ചയില്ലാത്ത മുന്നോട്ടു പോക്കുവാണെങ്കിൽ ഏറ്റവും വിശാലമായി ഇന്ത്യ ഏറ്റെടുത്ത ഒരു പൊതുതിരഞ്ഞെടുപ്പും മുന്നേറ്റവുമാണ് ഈ കഴിഞ്ഞ പൊതുതിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. നമുക്ക് കാണാൻ സാധിക്കും. ഒരു വലിയ മനുഷ്യൻ ഇന്ത്യൻ തെരുവുകളിലൂടെ നടന്നു. അദ്ദേഹം ഒരു കൊടിയും പിടിച്ചില്ല. അദ്ദേഹം പലരെയും ചേർത്ത് പിടിച്ചു. പലരും അതിന് വഴിയൊരുക്കി. പല സന്ദേശങ്ങളും ആ യാത്രയിൽ കൂടെ നിന്നു. ഇന്ത്യയിലെ ജനകീയ സമരങ്ങൾ, ഇന്ത്യയിലെ ജനപക്ഷ പോരാട്ടങ്ങൾ എല്ലാം ചേർത്ത് നിർത്തുന്ന ഒരു പുതിയ മുന്നേറ്റത്തിലൂടെ രാജ്യം സഞ്ചരിച്ചു എന്നതാണ് ഏറ്റവും ഗൗരവപ്പെട്ട കാര്യം. അത് രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ചുവടുവെപ്പായിട്ടല്ല ഇന്ത്യ തന്നെ മനസ്സിലാക്കുന്നത്. അത്രമേൽ പ്രതിസന്ധിയിലൂടെ രാജ്യം കടന്നുപോയപ്പോൾ പിടിച്ചു നിർത്താൻ, അതിജീവിക്കാൻ, പോരാട്ടം നയിക്കാൻ ഒരു ജനത എഴുന്നേറ്റു നിൽക്കുകയാണ് എന്ന് ഇന്ത്യ നമ്മളോട് പറഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വലിയ ഒരുപാട് മനുഷ്യരെ വിജയശ്രീലാളിതരായി ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയച്ച തെരഞ്ഞെടുപ്പ് കൂടിയാണ്. നമുക്ക് ചന്ദ്രശേഖർ ആസാദിനെ അറിയാം. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡൽഹി ജുമാ മസ്ജിദിന്റെ ഓരങ്ങളിലൂടെ പൗരത്വ പ്രക്ഷോഭത്തിന്റെ കാലത്ത് നടന്നു നീങ്ങിയ വലിയ മനുഷ്യർ. ഒരുപക്ഷെ പാർശ്വവൽക്കരിക്കപ്പെട്ട കമ്മ്യൂണിറ്റികളുടെ, സംഘപരിവാറിന്റെ ഇരകളാക്കപ്പെട്ട ജനതകളെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയത്തിന്റെ വിളക്കുമാടമായി ആ വലിയ മനുഷ്യൻ നടന്നു നീങ്ങുകയായി. അദ്ദേഹത്തിന് തല്ലുകൊണ്ടു. അദ്ദേഹം കേസെടുക്കപ്പെട്ടു, ജയിലിലെ അദ്ദേഹത്തിന്റെ വീട് ആക്രമിക്കപ്പെട്ടു. വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. പക്ഷേ സംഘപരിവാറിന്റെ യുപിയിൽ RSSന്റെ അതിശക്തമായ വിദ്വേഷത്തിന്റെ നാട്ടിൽ മനുസ്മൃതിയുടെ ആശയങ്ങളും RSSന്റെ വിചാരധാരയുടെ വംശീയതയും ഒരുമിച്ച് നിറഞ്ഞാടിയ മണ്ണിൽ ആ സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ, ഇന്ത്യയിലെ പുറന്തള്ളപ്പെട്ട ജനതയുടെ ധീരനായ പോരാളി വിജയിച്ചു വന്നത് ഏറെ സൗന്ദര്യമുള്ള ഒന്നായി നാം വിലയിരുത്തുകയാണ്. ഇന്ത്യൻ ജയിലുകളിൽ അകപ്പെട്ടുപോയ വലിയ മനുഷ്യരും UAPA തടവുകാരായി ഭീകര നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് പലരെയും പ്രതിസന്ധിയിലൂടെ കൊണ്ടുപോയ ഇന്ത്യയുടെ നിയമം, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മ അവിടെ നമ്മൾ പങ്കുവെക്കുകയാണ്. സ്റ്റാൻ സ്വാമി എന്ന വലിയ മനുഷ്യൻ ഇന്ത്യയിലെ ദളിത് കമ്മ്യൂണിറ്റിയുടെ, പിന്നോക്ക ജനവിഭാഗത്തിന്റെ, പാർശ്വവൽകൃത ജനവിഭാഗത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുകയും അവരുടെ അഭിമാന പോരാട്ടങ്ങളെ നെഞ്ചോട് ചേർത്ത് നിർത്തുകയും ചെയ്ത വലിയ മനുഷ്യൻ. അദ്ദേഹം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മുമ്പിൽ ഒരൊറ്റ ആവശ്യമേ ഉന്നയിച്ചിരുന്നത്: എനിക്ക് പച്ചവെള്ളം കുടിക്കാൻ ഗ്ലാസ് എടുക്കാൻ കഴിയില്ല, വിറച്ച് ഗ്ലാസ് വീണത് ഒരു സ്ട്രോ തരണം. പക്ഷേ ഭീകര നിയമത്തിന്റെ അക്ഷരങ്ങളിലൂടെ കടന്നുപോയ കോടതിയുടെ അകത്തളങ്ങൾ ആ വലിയ മനുഷ്യന്റെ ശബ്ദത്തിന് പിന്തുണ നൽകിയില്ല. ഒരുപക്ഷെ ജുഡീഷ്യൽ മർദ്ദനത്തിന്റെ ഏറ്റവും വലിയ ഇരയായിരുന്നു സ്റ്റാൻ സ്വാമി എന്ന് നമുക്കറിയാം. അങ്ങനെ
ഇന്ത്യയിലെ ജനകീയ സമരങ്ങൾ, ഇന്ത്യയിലെ കർഷകർ, ഇന്ത്യയിലെ സാധാരണക്കാർ എല്ലാം ഇടപെട്ടുകൊണ്ട് വിജയിപ്പിച്ചെടുത്ത രാഷ്ട്രീയത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന പുതിയ കാലത്താണ് നമ്മൾ ഈ ഓഫീസും രാഷ്ട്രീയ പ്രവർത്തനവുമായി പുതിയ ചുവടുവെപ്പുകളുമായി മുന്നോട്ട് പോകുന്നത് എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. തീർച്ചയായും ഇത്തരമൊരു രാഷ്ട്രീയത്തെ കൂടുതൽ കരുത്തോടെ കേരളത്തിൽ വളർത്തിയെടുക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിൽ സംഘപരിവാറിന് മങ്ങലേൽക്കുമ്പോൾ കേരളത്തിൽ അത് ശക്തിപ്പെടുന്നു എന്ന വിലയിരുത്തൽ കാണാതിരിക്കാൻ നമുക്ക് കഴിയില്ല. സൗഹൃദത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും വിളനിലമായി വിലയിരുത്തപ്പെട്ട കേരളത്തിന്റെ മണ്ണിൽ എന്തുകൊണ്ട് വിദ്വേഷത്തിന്റെ വിഷയത്ത് പാതി വളർത്തുന്നവർക്ക് സ്വാധീനം വർദ്ധിക്കുന്നു എന്നത് ഗൗരവത്തിൽ കാണാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. വിദ്വേഷ രാഷ്ട്രീയത്തെ വേരോടെ പിഴുതെടുക്കാൻ കഴിയുന്ന ഒരു വിശാല രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ ഇന്ത്യയിലെ രാഷ്ട്രീയ സമൂഹങ്ങൾ ഉയർത്തിയെടുക്കണമെന്ന് തന്നെയാണ് വെൽഫെയർ പാർട്ടിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. തീർച്ചയായും അത്തരം ഒരു മുന്നേറ്റത്തിന് ഈ കേരളം തയ്യാറായിട്ടില്ലെങ്കിൽ അപകടകരമായ സ്വഭാവത്തിൽ ഈ നാട് സഞ്ചരിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എവിടുന്ന് വോട്ട് ചോർന്നു, ആര് പിന്നാലെ പോയി എന്ന കൊച്ചു കൊച്ചു വിശകലനങ്ങൾക്കപ്പുറം കേരള രാഷ്ട്രീയത്തിലും സമുദായ ഘടനയിലും സാമൂഹ്യ മണ്ഡലത്തിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് ആഴമുള്ള പഠനങ്ങളും കൃത്യമായ വിശകലനങ്ങളും അതിസാഹസികമായ ചുവടുവെപ്പുകളും നടത്താൻ കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കഴിയേണ്ടത് അനിവാര്യമാണ് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. വെൽഫെയർ പാർട്ടി UDF-നൊപ്പം ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. ആരോ വോട്ട് ചെയ്തിട്ടുള്ള പിന്തുണച്ചുള്ള UDF-ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു മാറ്റം വരണമെന്ന അതിശക്തമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ അതിനനുസരിച്ചുള്ള ചുവടുവെപ്പിന് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അതിനെ കാണാനും മനസ്സിലാക്കാനും ഈ കേരള ജനത, പ്രബുദ്ധ ജനത തയ്യാറാകുന്നു എന്നത് തന്നെയാണ് ഏറെ സന്തോഷകരമായ കാര്യം. അതുകൊണ്ട് തിരിച്ചറിവുകൾ രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടാകേണ്ടതാണ്. ഏത് പ്രസ്ഥാനങ്ങൾക്കും അത് അനിവാര്യമായി ഉണ്ടാകേണ്ടതാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ പോലും ഏറ്റെടുക്കാനോ പറയാനോ ഇവിടുത്തെ പാർട്ടികൾക്ക് കഴിയാതെ പോകുന്നു എന്നത് കേരളത്തിന്റെ പുരോഗതിയുടെയും വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയുടെയും ഇടയിൽ നമ്മൾ അനുഭവിക്കുന്ന സങ്കീർണമായ പ്രതിസന്ധിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പ്രിയപ്പെട്ട ജോയിയുടെ വീട്ടിൽ പോയി. എങ്ങനെയാണ് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയത്? തിരുവനന്തപുരത്തെ അഴുക്കുചാലിൽ വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. കണ്ണീരോടുകൂടി ആ അമ്മ കൈപിടിച്ചുകൊണ്ട് പറയാൻ, എന്റെ മോൻ അത്തരം ജോലിക്കൊക്കെ കൂടുന്നു, കാരണം 1700 രൂപയാ കത്ത്. എന്ത് സുരക്ഷാ മാനദണ്ഡങ്ങളാണ് പാലിച്ചത്? കേരളത്തിന്റെ തെരുവുകളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലൊക്കെ അഴുക്കും മാലിന്യവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ അതിജീവിക്കാനും കേരളത്തെ രക്ഷിച്ചെടുക്കുവാനും എന്ത് പുരോഗതിയും സംവിധാനങ്ങളുമാണ് ഒരുക്കിയത്? ഇത്തരം വിഷയങ്ങളെ ഗൗരവത്തിൽ ആലോചിക്കാൻ വഴിയൊരുക്കുന്ന മരണമാണ് സംഭവിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആരും അതിനെക്കുറിച്ച് പറയില്ല. ഒരു സമഗ്ര ഭൂപരിഷ്കരണമെന്ന ആശയം മുമ്പോട്ട് വെച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി കഴിഞ്ഞ 13 വർഷമായി പോരാട്ടം നടത്തുകയാണ്. TRT കമ്പനിയെ കുറിച്ച് പറഞ്ഞു. 17,000 ഏക്കർ ഭൂമി, ആരുടെ ഭൂമി? നമ്മുടെ ഭൂമി. 5.5 ലക്ഷം ഏക്കർ ഭൂമിയാണ് വിവിധ കുത്തകകളുടെ കയ്യിലുള്ളത്. വിശദാംശങ്ങളിലേക്ക് പോകുന്നു. സമഗ്ര ഭൂപരിഷ്കരണത്തിലൂടെ ഇവിടുത്തെ സകല മനുഷ്യരുടെയും ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പുതിയ രാഷ്ട്രീയത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കണം. വിദ്യാഭ്യാസവും ആരോഗ്യവും പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. കേരള മോഡലിന്റെ സൗന്ദര്യം മെല്ലെ മെല്ലെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന്
ഗൗരവത്തിൽ ചോദിക്കേണ്ട ഘട്ടത്തിലൂടെ നമ്മുടെ നാട് കടന്നു പോവുകയാണ്. തീർച്ചയായും ഇവിടെ പുതിയ ജനകീയമായ ആവശ്യങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിരുന്നു. അത്തരം മുന്നേറ്റങ്ങൾ അനിവാര്യമായി നടക്കേണ്ട ഘട്ടം കൂടിയാണ്. ജനകീയ സമരങ്ങളും ജനകീയ പ്രക്ഷോഭങ്ങളും വലിയ അളവിൽ രാഷ്ട്രീയമായി വളർത്തിയെടുക്കേണ്ട കാലം. മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നത് തന്നെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി മനസ്സിലാക്കുകയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും അത്തരം ഒരു രാഷ്ട്രീയത്തിന്റെ ശക്തി പകരുന്ന ഒരു പുതിയ മുന്നേറ്റം ഉണ്ടായി വരേണ്ടതായിരുന്നു. ആലോചിക്കാൻ അതിശക്തമായ കൃത്യമായ പദ്ധതികളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതായിരുന്നു. തീർച്ചയായും അത്തരം ഒരു രാഷ്ട്രീയത്തെ കൂടുതൽ ശക്തമായി പ്രതിനിധീകരിക്കുകയും അതിനെ പറയുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു പുതിയ മുന്നേറ്റത്തിന് വേണ്ടി ഈ ഓഫീസ് സമുച്ചയം പ്രയോജനപ്പെടുത്തപ്പെടും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കേരളത്തിൽ വെൽഫെയർ പാർട്ടി വെൽഫെയർ പോയിന്റ് എന്ന പേരിൽ കൂടുതൽ ജനകീയ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു പുതിയ സംവിധാനത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ്. പാർട്ടിയുടെ ആയിരക്കണക്കായ യൂണിറ്റുകളിൽ നിരവധി പ്രവർത്തകരെ പരിശീലിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യം നിർവഹിക്കാൻ തങ്ങളാൽ കഴിയുന്നത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ സംസ്കാരത്തിന് പ്രൊഫഷണലിസത്തിന്റെ പിൻബലമുള്ള വഴി നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം സൗകര്യങ്ങളെ നമ്മുടെ ഈ കേന്ദ്രത്തിൽ ഒരുക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ കൂടുതൽ സൗകര്യപ്രദമായ സ്വഭാവത്തിൽ നമ്മുടെ നാട് മുന്നോട്ട് പോകുകയുള്ളൂ. ഏറ്റവും സാധാരണക്കാരന്റെ ഭരണ സംവിധാനമാണല്ലോ ഗ്രാമപഞ്ചായത്തുകളും മറ്റും. അവിടങ്ങളിൽ കൂടുതൽ ശക്തമായ ജനകീയ ഇടപെടലുകൾ നടത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഈ ചടങ്ങിൽ ബഹുമാന്യരായ നമ്മുടെ അതിഥികൾ ഉൾപ്പെടെ നിരവധി പേർ ചേർന്നിട്ടുണ്ട്. ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു സന്ദർഭമാണ്. പാർട്ടിയുടെ പോഷക സംഘടന നേതാക്കന്മാരുൾപ്പെടെ FITUവിന്റെ ഫെറ്റേണിറ്റി മൂവ്മെന്റിന്റെ പ്രവാസി വെൽഫെയർ ഫോറത്തിന്റെ അസറ്റിന്റെ ഒക്കെ പ്രിയപ്പെട്ട നേതാക്കൾ വേദിയിലും സദസ്സിലുമുണ്ട്. എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ അഭിവാദിച്ചിരിക്കുകയാണ്. ഞാൻ കുറെ 2-3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഉമ്മൻ കുര്യന്റെ വീട്ടുകൂടലിൽ ഇവിടെ വന്നിരുന്നു. ഇതിന് മുകളിലാണ് അദ്ദേഹത്തിന്റെ വീട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനി നമ്മുടെ സന്തോഷമുള്ള ചടങ്ങ് നടക്കാൻ പോകുന്നത് വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിന്റെ ഉദ്ഘാടനമായിരിക്കുമല്ലോ. ഒരുപക്ഷെ ആ 1-2 മാസത്തിനകം തന്നെ 2-3 മാസത്തിനകം തന്നെ സമ്പൂർണമായ സ്വഭാവത്തിൽ നമ്മുടെ ഓഫീസ് ഈ കെട്ടിടത്തിൽ തന്നെ തുടക്കം കുറിക്കാൻ നമുക്ക് സാധിച്ചു. നേരത്തെ ചെറിയൊരു സൗകര്യത്തിന് തൊട്ടടുത്ത ഒരു കെട്ടിടത്തിൽ നമ്മൾ ഉണ്ടായിരുന്നു. വളരെ സന്തോഷകരമായ സംവിധാനങ്ങളോടെ നമ്മുടെ ഓഫീസ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇതിൽ ഒരുപാട് അശ്രാന്ത പരിശ്രമം ചെയ്തവരുണ്ട്, സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്. ഇതെല്ലാം വലിയ ഒരു മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ചുവടുവെപ്പായിട്ടാണ് നമ്മളെല്ലാം ഈ മേഖലയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പുതിയ ദിശയിലേക്ക് കേരള രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ രാഷ്ട്രീയ ദൗത്യം വെൽഫെയർ പാർട്ടി അത് എത്തുന്ന ക്ഷേമ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തന്നെ ഒരു മെസ്സേജ് നൽകുകയും അതുവഴി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വിശാലമായ ലക്ഷ്യത്തോടു കൂടെ മുന്നോട്ട് പോകാനുള്ള വഴികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഏതെങ്കിലും ഒരു നേതാവിനോ പരിഹരിക്കാൻ കഴിയുന്ന പ്രതിസന്ധികളുടെ നടുക്കയത്തിലല്ല നമ്മളുള്ളത്. അതിനപ്പുറമുള്ള പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചേർത്ത് പിടിക്കാവുന്നവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വിശാലമായ രാഷ്ട്രീയ സൗഹൃദത്തിന്റെയും പുതിയ മുന്നേറ്റങ്ങളുടെയും വേദിയായി നമുക്കിതിനെ മാറ്റാൻ കഴിയണം. മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു വലിയ മുന്നേറ്റത്തിന് ഈ പ്രവർത്തനങ്ങൾ സഹായകമാകട്ടെ എന്ന് ആഗ്രഹിച്ച് ആശംസിച്ച് ഈ സദസ്സിൽ ഒത്തുകൂടിയ എല്ലാവരെയും വെൽഫെയർ പാർട്ടി കേരള ഘടകത്തിന് വേണ്ടി
ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ആശംസകൾ നടന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ജയിലുകൾ SSLC പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ മറിയം ജില്ലാ കമ്മിറ്റിയുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ദുരന്ത മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ടീം